ലൈവില് പറയുന്നത് വരെ ഞാൻ ജയിച്ചു എന്നുള്ളത് പറയാൻ എനിക്ക് സാധിക്കില്ല. അവർ പറഞ്ഞിട്ട് ഉറപ്പ് പറയാം. ജയിക്കുവാണെങ്കിൽ എനിക്ക് പറയുന്നുണ്ടല്ലോ ബിഗ് ബോസ് തോൽപ്പിക്കും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരെ ജയിപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ജിൻഡപ്പൻ ജയിക്കാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞല്ലോ. ജിൻഡപ്പൻ ജയിക്കും എന്നൊരു പ്രതീക്ഷ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാനുള്ളത്? പറയാനുള്ളത് ജയിക്കും എന്നുള്ളൊരു വോട്ട് കൂടുതൽ ഇവനുണ്ട്. പ്രേക്ഷകരുടെ വോട്ടും സപ്പോർട്ടും എല്ലാം കൂടുതൽ ഇവനാണ്. ഗെയിമും കളിയും എല്ലാം കൂടുതൽ ഇവനാണ്. അപ്പൊ ഇവനാണ് വിജയിക്കണ്ടേ. ഇനിയിപ്പ തിരിമറിയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് ഞങ്ങളുടെ മനസ്സിൽ. ജിൻഡ തന്നെ ജയിക്കും. ഞങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു പ്രതികരണം. എന്നുവെച്ചാൽ ഇത്രയും കാലം അവൻ ഇതേപോലെ കളിച്ച് ജനങ്ങളുടെ വോട്ടും എല്ലാം കിട്ടി മുന്നിൽ വന്നിട്ട് പിന്നെ അത് ഒരു മതിരി വന്നാൽ പിന്നെ അത് താങ്ങാൻ സാധിക്കില്ല. ഇതിപ്പോ ജയിക്കണം. ജയിക്കാനുള്ള ചാൻസ് മുത്തവനുള്ള അത്രയും സ്ട്രോങ് ആയിട്ട് വേറെ ആരില്ല അല്ലേ? അത്രയും സ്ട്രോങ് ആയിട്ട് ആരും നിൽക്കില്ല. ലാലേട്ടൻ്റെ കണ്ണാടി വാങ്ങിയ പോലെ കപ്പും കൊണ്ട് വരുന്ന തോന്നുന്നത്. അല്ല, അങ്ങനെ തിരിമറി നടത്തില്ലെങ്കിൽ അവൻ തന്നെ ജയിക്കൂലോ. ജയിക്കാണ്ട് വേറെ ഒരു സാധ്യതയില്ല. ഞങ്ങളെ അവിടെ ഒത്തിരി സന്തോഷമുണ്ട്. എന്നാലും ഒരു സാധാരണക്കാരൻ ഈ വീട്ടിലേക്കാണ് ബിഗ് ബോസിന്റെ കപ്പ്. തിരുവനന്തപുരത്ത് വന്നതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങള് ഒരുപാട് കളിയാക്കി. മണ്ടനെന്നെല്ലാം വിളിച്ച് ഒരുപാട് പേര് കളിയാക്കി. പക്ഷെ മണ്ടനെന്നെല്ലാം വിളിച്ച് അതിശയിപ്പിച്ചതിന് മുമ്പ് എന്റെ ചേട്ടൻ രാജാവായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല ഞങ്ങൾക്ക്. അത്രയും സന്തോഷമുണ്ട്. പിന്നെ അന്ന് ഈ കളിയാക്കലൊക്കെ കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. ഞങ്ങള് കളിയാക്കൽ കണ്ട ഫസ്റ്റ് വീക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ടി വി കാണാൻ തോന്നിയില്ല. ടി വി ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചു. കാരണം ചേട്ടന്റെ ബുദ്ധിമുട്ടെല്ലാം കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. പിന്നീട് നോർമലായി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു ഇതായത്. എന്തൊക്കെ സ്വീകരണമാണ് നിങ്ങൾ? ഞങ്ങള് ഒന്നും തീരുമാനിച്ചിട്ടില്ല. എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വരുമ്പോ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും? ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കും. അതൊക്കെ റെഡിയാക്കി കൊടുക്കാം. ബാക്കി ചോറും പച്ചക്കറി എവിടെ ഉണ്ടല്ല വേണ്ടത്. ജനങ്ങളോടും മൊത്തം ജനങ്ങളോടും പിന്നെ ജിൻഡോന് ബിഗ് ബോസിൽ കയറാൻ കഴിഞ്ഞ കൊല്ലം കയറണമെന്ന് ആഗ്രഹിച്ചു, സാധിച്ചില്ല. ഈ കൊല്ലം കയറാൻ ഒരു അവസരം ഒരുക്കി കൊടുത്ത ബിഗ് ബോസിനോടും അവരെ ചാനലുകാരോടും മോഹൻലാൽ സാറിനോടും ഒരുപാട് കടപ്പാടും നന്ദി എനിക്കുണ്ട്. നന്ദി ഞാൻ എന്നും അറിയിച്ചോളൂ. ആദ്യമായിട്ടൊരു സാധാരണക്കാരൻ കപ്പെടുക്കുന്നത് ഒരു സാധാരണക്കാരന്റെ വിജയമായിട്ട് കാണുന്നില്ലേ? സാധാരണക്കാരൻ്റെ വിജയം തന്നെയാണ്. എങ്കിലും ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം. അവൻ്റെ വിജയത്തിൽ ഞങ്ങൾക്കും വളരെ വിജയമായി. നാട് മുഴുവൻ അവനെ അറിയപ്പെടുന്നത് പോലെ ഞങ്ങളെ അറിയപ്പെടുന്നു. ഈ നാടിനും ഒരു അഭിമാനമായി. ജിൻഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിൻഡോ തുടക്കം തുടങ്ങി നല്ല ഗെയിമായിട്ട് തന്നെ അതിനകത്ത് പോയേക്കുന്നത്. കാരണം അവൻ തുടക്കത്തിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. പക്ഷെ അത് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അവൻ തന്നെ നേടിയെടുത്തു. എല്ലാവരും മുമ്പിൽ വിന്നറായിട്ട് തന്നെ പുള്ളി പോയിട്ടുള്ളൂ. നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ശരിക്കും അവൻ ചെറുപ്പം മുതലേ അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ തുടങ്ങി അവൻ ബുദ്ധിമുട്ടി ജീവിച്ചേക്കുന്ന ഒരാളാണ്. ആള് ഇപ്പൊ അവന്റെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് അവൻ ഈ വിന്നറായിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ ആവണത്. അവൻ അത്രയ്ക്ക് മാത്രം കഷ്ടപ്പെട്ടാണ് അവനാണ്. പിന്നെ അവൻ ഇങ്ങനെ വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. നാട്ടുകാർക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിട്ട് മാണിക്യമംഗലം ഈ ഏരിയയിലല്ല ഈ കേരളം മൊത്തം ശരിക്കും അവര് തുടക്കം തുടങ്ങി അവർ സപ്പോർട്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് ഞങ്ങളിവിടെ നിൽക്കാൻ തന്നെ കാരണം. അത്രയും സന്തോഷത്തിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഒത്തൊരുമിച്ച് എല്ലാവരും കൂടി നാളെ ഞങ്ങൾ പോയി എയർപോർട്ടിൽ പോയി കൊടുന്ന് ഞങ്ങള് അത്ര ഇതായിട്ട് തന്നെ ഇവിടെ ഞങ്ങൾ കൂടാനായിരിക്കുന്നത്. സന്തോഷം പങ്കുവയ്ക്കാനായിരിക്കും.
കണ്ടെത്താൻ കുറച്ച് അട്ടിമറികളൊക്കെ ഉണ്ടാകുന്നൊക്കെ അങ്ങനെ അട്ടിമറികൾ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്കും ചെറിയതുണ്ടായി. അങ്ങനെ ഒരു സംഭവം കേൾക്കണ്ടല്ലോ, അങ്ങനെ തട്ടിമറിയൊക്കെ വരേണ്ടത്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്, ജനങ്ങൾ തീരുമാനിക്കണ മാതിരിയെ വരുള്ളൂ എന്നുള്ളൊരു ഇത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇത്രയും വോട്ട് കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനിയും അത് മിന്നാറാവും എന്നുള്ളൊരു ഇതിനെ ഞങ്ങൾ ഇരുന്നത്. അത് മിന്നറാന്ന് വിചാരിച്ചതിനെ ഞങ്ങൾ ഇരുന്നത്. ഈ സമയം വരെ അതിന് ഇപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ വല്ല ചാനലുകളിലൊക്കെ കണ്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പടക്കം മുട്ടിച്ചു, ഞങ്ങൾ ആഘോഷം നടത്തി ഒക്കെ ചെയ്തു. ചെയ്യുമ്പോൾ തുടങ്ങി ആഘോഷങ്ങളായിരുന്നു ഇവിടെ കമ്പീത്തരം നടത്തി. ഈ നാട്ടിൽ സന്തോഷമാണ്. ഈ നാട്ടിൽ ഇപ്പോഴും ഞങ്ങൾ ഉറങ്ങാതെ കാത്തിരിക്കണം വരാൻ വേണ്ടി. അവരെ ഓപ്പർച്യൂണിറ്റി എല്ലാ കമ്പനിയിലും നടക്കുന്ന ആൾക്കാരാണ്. മാണിക്യമംഗലത്തേക്ക് ഇപ്പൊ ട്രോഫി വരുവാണ്. സന്തോഷം എത്ര സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധാരണക്കാരന് കപ്പ് കിട്ടുന്നത്. അതിനോട് എന്താ നല്ല കാര്യം. കാരണം നമ്മളെല്ലാവരും അതിനോട് അനുകരിച്ചു പോകണമല്ലോ. സ്റ്റാർട്ടാണോ? ഇത് കൈപ്പിടിക്കുന്നല്ലേ? വളരെ സന്തോഷത്തിലാണ് നമ്മുടെ നാടും ഞങ്ങളെല്ലാവരും, വീട്ടുകാരും സുഹൃത്തുക്കളെല്ലാവരും. കാരണം ഒരു 100 ദിവസം മുമ്പ് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഷൂട്ടായിട്ട് വന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനും ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ, അതിലുപരിയായിട്ട് ജിൻഡോൻ്റെ ഹാർഡ് വർക്ക്, അതുപോലെ ഒരു നിശ്ചയദാർഢ്യം, ഞങ്ങൾക്കിത് വളരെ സന്തോഷം. കാരണം എന്തായാലും ജിൻഡോ കപ്പ് കൊണ്ട് ഇവിടെ എത്തൂ. ഈ ഒരു ധന്യമായ നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, നാട്ടുകാരും എല്ലാവരും. നമ്മുടെ പ്രിയ സുഹൃത്ത്, എൻ്റെ സഹപാഠിയാണ്, ഞങ്ങൾ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച ആളുകളാണ്. ഞങ്ങളുടെ എല്ലാ സുഹൃത്ത് വലയങ്ങളും ഞങ്ങളെല്ലാവരും ഈ കാത്തിരിപ്പിനും ഒടുവിൽ കിട്ടിയ സന്തോഷത്തിൽ വളരെ ധന്യരാണ്. ഈ നിമിഷം കാത്തിരിക്കുകയായിരുന്നു. ജിൻഡോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ നാനാ ഭാഗത്തു നിന്നുള്ള എല്ലാ ആളുകൾക്കും, വോട്ടേഴ്സിനും, എല്ലാ പ്രേക്ഷകർക്കും വളരെ സന്തോഷം, അഭിനന്ദനങ്ങൾ, സന്തോഷം.